നമസ്തേ. ലേബർ കോഡും ക്ലാസ് വാറും 29 തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളിലാക്കി ചുരുക്കി നവംബർ 21 കേന്ദ്ര ഗവൺമെൻറ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതേ തുടർന്ന് ഇന്ത്യയിലാകെ വലിയ ആശങ്കയും വലിയ പ്രക്ഷോഭം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പഴയ തൊഴിൽ നിയമങ്ങളെ അതിന് പകരം തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഗുണകരമായ രീതിയിൽ ഉള്ള പരിഷ്കാരത്തോടു കൂടിയാണ് ഈ ലേബർ കോഡ് അവതരിപ്പിച്ചിരിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവകാശവാദം. അതേസമയം തൊഴിലാളികളെ അങ്ങേയറ്റം അടിമത്ത നിലയിലേക്ക് താഴ്ത്തുന്ന ബാർബേറിയൻ നിയമം എന്നുള്ള നിലയിലേക്കാണ് ട്രേഡ് യൂണിയനുകൾ ഇതിനെ നോക്കിക്കാണുന്നത്. രണ്ട് ചേരികളായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അത് വാർത്താമാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന വളരെ സജീവമായൊരു വിഷയം എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇത്തരമൊരു സ്ഥിതിവിശേഷം ലോകത്താകമാനം സംഭവിച്ചത് എന്തുകൊണ്ട്? അധ്വാനം അത് കായികമാകട്ടെ ബൗദ്ധികമാകട്ടെ സമ്പത്തിൻ്റെ ഉൽപ്പാദകരായിട്ടുള്ള തൊഴിലാളി വർഗം എന്തേ ഇത്രയ്ക്ക് അസ്വസ്ഥരും പ്രക്ഷോഭകാരികളുമായി മാറുന്നു? ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള വികസിത രാജ്യങ്ങളിലെ സംഘടിത തൊഴിലാളികൾ എന്തുകൊണ്ട് അസംഘടിതരും അതേസമയം കരാർ തൊഴിലാളികളുമായി മാറുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഗൗരവമുള്ളൊരു വിഷയമാണ്. ക്ലാസ് വാർ എന്ന മാർക്സിയൻ സിദ്ധാന്തം എത്രമാത്രം ഇന്നത്തെ ആധുനിക റോബോട്ടിക് യുഗത്തിൽ എത്രമാത്രം പ്രായോഗികമാണ്, അതോ അതൊരു സ്വപ്നമാണോ നമുക്ക് പരിശോധിക്കേണ്ട വിഷയമാണ്.